നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം. നമ്മൾ 38-ാമത്തെ ശ്ലോകം വരെ ചർച്ച ചെയ്തു, ചെറു ചെറു വീഡിയോകളായി. അതിൽ ഭഗവാനോട് ചോദിക്കുകയുണ്ടായി അർജുനൻ അവസാനം, എന്തുകൊണ്ടാണ് ബലാത്കാരേണ ഈ പാപങ്ങളിലേക്ക് ഒരുവൻ നയിക്കപ്പെടുന്നത്, പ്രേരിപ്പിക്കപ്പെടുന്നത്? ഭഗവാൻ പറഞ്ഞു, കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവമായിട്ട് രജോഗുണത്തിന് നിന്നുണ്ടാകുന്ന കാമവും ക്രോധവും തന്നെയാണ് നമ്മളെ ഈ പാപങ്ങളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് അതിനെ ശത്രുവായി കണ്ടുകൊള്ളൂ. അതുകൊണ്ട് ഈ തത്വത്തെ നമുക്ക് മറച്ചുകൊണ്ട് നമ്മളെ വിഷയങ്ങളിലേക്ക് നയിക്കുന്നത് ഈ കാമവും ക്രോധവും തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 39-ാമത്തെ ശ്ലോകം, ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ അനലേന ച. കൗന്ദേയ ദുഷ്പൂരേണ അനലേന കാമരൂപേണ ജ്ഞാനിനഃ നിത്യവൈരിണ. അല്ലയോ അർജുന, ദുഷ്പൂരേണ നിറയ്ക്കാനാകാത്ത, അനലേന തീ പോലെ, കാമരൂപേണ ജ്ഞാനിന ഇഷ്ടം പോലെ രൂപമെടുക്കുന്നതുമായ ജ്ഞാനിക്ക് നിത്യവൈരിണ ഈ നിത്യശത്രുവായ ഏതേന ഇതിനെക്കൊണ്ട്, ഏതിനെ ഈ കാമവും ക്രോധവും കൊണ്ട്, ജ്ഞാനം ആവൃതം വിവേകം മൂടപ്പെട്ടിരിക്കുന്നു. നിറയ്ക്കാനാകാത്ത അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്താനാകാത്ത കത്തിക്കാളുന്ന തീ പോലെ. ഒരിക്കലും അതിനെ ശമിപ്പിക്കാൻ പറ്റില്ല. എന്ത് കിട്ടിയാലും അത് കത്തിച്ചുകൊണ്ടിരിക്കും, അല്ലേ? അങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? കൊടുത്തുകൊണ്ടിരിക്കും തോറും അത് ആളി കത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന തീ പോലെ നിറയ്ക്കാനാകുന്നില്ല. ദുഷ്പൂരണം, എന്തിട്ടാലും അതിന് പൂർത്തീകരണം ഉണ്ടാകുന്നില്ല. ഇതിനെല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുന്ന അനലേന തീ പോലെ, ഇഷ്ടം പോലെ രൂപമെടുക്കും, കാമരൂപേണ ആ കാമം ഇഷ്ടം പോലെ രൂപമെടുക്കുന്ന ജ്ഞാനിനഹ ജ്ഞാനിക്ക് പോലും നിത്യശത്രുവാണ് എന്ത്? ഈ കാമവും ക്രോധവും. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? ഒരു വിവേകിക്ക് ഇതെല്ലാം ശത്രു പോലെയാണ്. ഇത് ജ്ഞാനത്തെ മൂടപ്പെട്ടിരിക്കുന്നു. ഒരു വിവേകിക്ക് പോലും ഈ ജ്ഞാനം മൂടപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഈ വിവേകിക്ക് നിത്യശത്രുവാണ്. ഈ ആത്മസാധനയിൽ മുന്നോട്ട് പോകുന്ന ഒരു ജ്ഞാനിക്ക് പോലും, അദ്ദേഹം ജ്ഞാനി തന്നെയാണ്, പക്ഷെ അതിൻ്റെ പൂർണ്ണത എത്തിയില്ല. അപ്പം എപ്പോൾ വേണിച്ചാലും വീഴ്ച ഉണ്ടാവാം. ഈ കാമവും ക്രോധവും എല്ലാം ഒരു നിയന്ത്രിച്ച് അതിൻ്റേതായ ആത്മവിചാരത്തിൽ നടക്കുന്ന ഒരുവന് എപ്പോൾ വേണിച്ചാലും വീഴ്ച ഉണ്ടാവാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നീങ്ങണം മുന്നോട്ട്. ഈ കാമവും ക്രോധവും അത്രയ്ക്കും ഡേഞ്ചറാണ്, അല്ലെങ്കിൽ ഭയാവഹമാണ്. അതിനെ ജ്ഞാനത്തെ മൂടിയിരിക്കുന്നത് അതാണ്. നമ്മളെപ്പോൾ വേണിച്ചാലും വലിച്ചിഴയ്ക്കാം, വിഷയങ്ങളിലേക്ക്, കാമത്തിലേക്ക് വലിച്ചിഴച്ച് നമ്മളെ താഴോട്ട് വീഴ്ത്താം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം വിവേകി. അതുകൊണ്ട് ഈ കാമവും ക്രോധവും തന്നെയാണ് നമ്മുടെ ശത്രു എന്ന് തിരിച്ചറിഞ്ഞ് ഈ വിഷയങ്ങളിൽ പോവാതെ യജ്ഞാർത്ഥമായി കാമങ്ങൾ അനുഷ്ഠിച്ച് ചിത്തശുദ്ധിയിലേക്ക്, മുന്നോട്ട് ആത്മതത്വത്തിലേക്ക് നീങ്ങണം, ശ്രദ്ധയോടെ നീങ്ങണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനമുച്യതേ ഏതേർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയാണി മനഃ ബുദ്ധി അസ്യ അധിഷ്ഠാനം ഉച്യതേ. അപ്പോൾ ഇതിൻ്റെ അധിഷ്ഠാനം അറിഞ്ഞാലേ ഇതിനെ നശിപ്പിക്കാൻ സാധ്യമാകൂ. ഇത് എവിടെയുള്ളത്? ഈ കാമവും ക്രോധവും മറ്റെവിടെയല്ല, നമ്മുടെ മനസ്സിൽ തന്നെ. മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളിലും ഈ കാമത്തിൻ്റെ ഇരിപ്പിടം അധിഷ്ഠാനം ഇത് ഉച്യതേ, അധിഷ്ഠാനം തന്നെ. അപ്പോൾ ഈ വിഷയങ്ങളിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങൾ, അതിൽ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെ അധിഷ്ഠാനം അവിടെ കാമങ്ങളുണ്ട്, മനസ്സിലും ബുദ്ധിയിലും. അതുകൊണ്ടാണ് രഥകൽപ്പനയിൽ ഇന്ദ്രിയങ്ങളെ കടിഞ്ഞാണാകുന്ന മനസ്സുകൊണ്ട്, കുതിരകളെ കടിഞ്ഞാണാകുന്ന മനസ്സുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭഗവാൻ ബുദ്ധി നിയന്ത്രിക്കുന്നത്. അപ്പോൾ ബുദ്ധി കൊണ്ട് ഇതിലെല്ലാം നിൽക്കുന്നത് ഈ കാമവും ക്രോധവും തന്നെയാണ്. വിഷയങ്ങളിലേക്കുള്ള തൽപരത, വിഷയബുദ്ധി, സ്വാർത്ഥബുദ്ധി. അപ്പോൾ ആ വിഷയങ്ങളിൽ നിന്നും വിനിവർത്തിക്കണം, ആ കാമത്തിൽ നിന്നും മോചിക്കപ്പെടണം. എങ്കിൽ മാത്രമേ ആ കാമത്തിനെ ശത്രുവായി കണ്ടുകൊണ്ട് അതിനെ അതിൻ്റെ നിലയ്ക്ക് നിർത്തിക്കൊണ്ട്, അതിനെ ദൂരെ നിർത്തിക്കൊണ്ട് ആത്മവിചാരത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിനിൽ നിന്നും വിജയിക്കാൻ കഴിയുള്ളൂ. ഈ ആവരണത്തിൽ നിന്നും മറികടന്ന് ആത്മതത്വത്തെ ബോധിക്കാൻ സാധ്യമാകൂ എന്ന്. ഏഷഃ ഏതൈഹി ജ്ഞാനം ആവൃത്യ, ഈ കാമം ഇവയെ കൊണ്ട് ജ്ഞാനത്തെ മറച്ചിട്ട് ദേഹിനം വിമോഹയതി, ദേഹിയെ, ഈ ജീവാത്മാവിനെ, ഈ ദേഹത്തിൽ കൊള്ളുന്ന ആത്മാവിനെ
മോഹിപ്പിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്തുകൊണ്ട്? ഇങ്ങനത്തെ ഈ ജ്ഞാനത്തെ തന്നിൽ കർമ്മമില്ലാത്ത ശുദ്ധമുക്ത സ്വഭാവ സ്വരൂപമാണ് എന്നത് തിരിച്ചറിയാതെ ഈ വിഷയങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് സുഖദുഃഖങ്ങളിൽ അതിൻ്റെ കർമ്മബന്ധനങ്ങളിലേക്ക് എല്ലാം കൊണ്ടുപോയി നശിപ്പിക്കുന്നു. ആത്മീയമായ പുരോഗതിയില്ലാതെ ലൗകികമായ ഈ നാശത്തിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചിഴക്കപ്പെടുന്നു. ആരാണ് ഇതിന് കാരണം? കാമം തന്നെ. അപ്പം അതിൻ്റെ ഇരിപ്പിടം എവിടെയാണ്? നമ്മളിൽ തന്നെ. എവിടെ? നമ്മുടെ മനോബുദ്ധി ഇന്ദ്രിയങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് തസ്മാത്തിമം ഇമം ഇന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യനം ജ്ഞാനവിജ്ഞാനനാശനം. ഭരതർഷഭ തസ്മാത് ത്വം ആദൗ ഇന്ദ്രിയാണി നിയമ്യ. അപ്പം നീ ആദിയിൽ എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളെ ഒതുക്കണം. എന്നിട്ടോ ജ്ഞാനവിജ്ഞാനനാശനം പാപ്മാനം മേനം പ്രജഹി. അങ്ങനെ ഇന്ദ്രിയങ്ങളെ ഒതുക്കിക്കൊണ്ട് ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന പാപ്മാനം പാപിയായ ഏനം ഈ കാമത്തെ പ്രജഹി ജയിച്ചാലും കൊന്നാലും അത് തന്നെയാണ് ആവശ്യം. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഒതുക്കേണ്ടത് എന്നതുകൂടി ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് നമ്മുടെ മനോബുദ്ധി ഇന്ദ്രിയങ്ങളാണ് ഈ കാമം ഇരിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ഒതുക്കണം? നമ്മൾ തുടക്കത്തിൽ അതിനെ ഇന്ദ്രിയങ്ങളെ ഒതുക്കണം. അതുകൊണ്ടാണ് ഇവിടെയാണ് ഈ ഒരു സാധന ചതുഷ്ടയം സമ്പത്തി എന്ന് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇതാണ്. നമ്മൾ പറയാറില്ലേ, സമ്പത്തി, ചതുഷ്ടയ സമ്പത്തി, 4 തരം സമ്പത്തി ഉണ്ട് ഒരു സാധകന് വേണ്ടത്. അതിലാദ്യം വരുന്നത് വിവേകം, വൈരാഗ്യം, ശമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം. അപ്പോൾ വിവേകം എന്നാൽ എന്താ? നിത്യവും അനിത്യവുമായ വസ്തുക്കളെക്കുറിച്ചുള്ള തിരിച്ചറിവ്. നിത്യാനിത്യ വസ്തു വിവേകം. അപ്പോൾ വിവേകം പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായത് എന്ത്, ആത്മസത്യം എന്താണ്, അനിത്യമായത് അല്ലെങ്കിൽ അസത്തായത് ആത്മതത്വമല്ലാതെ വിഷയങ്ങളിൽ ബന്ധപ്പെടുത്തുന്നത് എന്ത്, അത് മനസ്സിലാക്കണം. നിത്യവും അനിത്യവും എന്തെന്ന്, നിത്യമായത് എന്ത്, നിത്യമല്ലാത്തത് എന്ത്, ഇവിടെ ശാശ്വതമായിട്ടില്ലാത്തത് എന്താണ്. അപ്പോൾ ശരീരാദി മനോബുദ്ധികളെല്ലാം ശാശ്വതമല്ല, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ശാശ്വതമല്ല, ഈ ജീവിതം തന്നെ ശാശ്വതമല്ല, നിത്യമായ ആത്മസ്വരൂപമാണ് എന്നുള്ള അത് ശ്രവണം ആദ്യത്തിലൂടെ നമ്മൾ സാഖ്യയോഗം കണ്ടു, അതിലൂടെ ചർച്ച ചെയ്തു, അതിലൂടെ തത്വത്തെ അറിഞ്ഞു. ഇനി അതിൻ്റെ നിഷ്ഠയില്ല, അപ്പോൾ അതിൻ്റെ വൈരാഗ്യം, ഇതെല്ലാം. പിന്നെ ഈ സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറയുന്നത് ഈ സമ്പത്തുകൾ, ഈ സാധനകൾ 4 തരത്തിൽ പറയുന്ന ഈ സാധനങ്ങളിൽ വേണ്ട യോഗ്യതകളെല്ലാം ഇതിൻ്റെ പരിപൂർണത തന്നെയാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ തന്നെ പരിപൂർണത ഉണ്ടായിട്ടല്ല നമ്മൾ പോകുന്നത്, മറിച്ച് നമ്മൾ ഈ സത്സംഗങ്ങളിലൂടെയും കർമ്മശുദ്ധിയിലൂടെയും, അതായത് കർമ്മയോഗങ്ങളിലൂടെയും ഈ ശുദ്ധി ഉണ്ടാകുന്നതോടുകൂടി ഈ സാധനാ സമ്പത്തിയുടെ പുരോഗതി ഉണ്ടാവുകയും അതിലൂടെ മോക്ഷത്തെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിത്യാനിത്യ വസ്തു വിവേകം തന്നെയാണ് മോക്ഷം. പക്ഷെ അതിൻ്റെ പൂർണ്ണതയില്ല എന്നതാണ് നമ്മുടെ സാധന എന്നുള്ളത്, സാധനയുടെ നിലയിൽ. അപ്പോൾ അങ്ങനെ നിത്യാനിത്യ വസ്തു വിവേകം, വൈരാഗ്യം. അത് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് തൊട്ട് പരലോകങ്ങൾ, സ്വർഗാദി ലോകങ്ങളിൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും നിത്യമല്ല എന്നതറിഞ്ഞുകൊണ്ട് അതിനോടുള്ള വൈരാഗ്യം, അതൊന്നും കൊണ്ട് ഇനി ശാശ്വതമായ സമാധാനം കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് അതിനെയല്ല നേടേണ്ടത്, ഇതൊന്നും നേടുന്നതിലല്ല കാര്യം എന്നതറിഞ്ഞുകൊണ്ട് ആത്മീയമായ ആ തത്വദർശനത്തിലേക്ക് അല്ലെങ്കിൽ തത്വബോധത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, ഈ അനിത്യമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് പ്രവർത്തിക്കാനുള്ള ആ വൈരാഗ്യ ബുദ്ധി, തത്വനിഷ്ഠയിലേക്ക്, തത്വവിചാരത്തിലേക്ക് നടക്കാനുള്ള ആ ബുദ്ധിയെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. വൈരാഗ്യം ജിഹാസ ദർശന ശ്രവണാദി ദേഹാദി ബ്രഹ്മപര്യന്തേ ഭോഗവസ്തുന. ഇതെല്ലാം ഭോഗങ്ങളാണ്. ഈ ഭോഗങ്ങളുടെ വീണ്ടും കാമവും ക്രോധവും എല്ലാം ഉണ്ടായി വീണ്ടും മനുഷ്യനെ നശിപ്പിക്കുന്നതാണ് എന്നറിഞ്ഞുകൊണ്ട്, ഇതെല്ലാം ഭോഗവസ്തുക്കളാണ്, ഇതിൽ നിന്നും കിട്ടാൻ ശാശ്വതമായിട്ട് യാതൊന്നും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് ആത്മവിചാരത്തിലേക്ക് നീങ്ങുക. ഇതാണ് വൈരാഗ്യം. പിന്നെ ശമാധി ഷഡ്ക സമ്പത്തി, ശമം, ദമം, ഉപരതി, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം, ഇങ്ങനെ 6 ഷഡ്ക സമ്പത്തികളുണ്ട്. ശമാധി ഷഡ്ക സമ്പത്തി അത് 3ാമതായി വരുന്നതാണ്. ശമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക.
ഇങ്ങനെ ഈ വിഷയങ്ങളിലേക്ക് പോകാതെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുന്നതാണ്. അപ്പോൾ മനസ്സിന് ആദ്യം നിയന്ത്രണം വേണം. മനസ്സറിയണം ഇതെല്ലാം അസത്യമായ ഇതാണ്, ഇതിലേക്ക് പോയിക്കൊണ്ട് ആ മനുഷ്യന് നാശമേ ഉണ്ടാകുള്ളൂ, നിത്യമായ തൃപ്തി ഉണ്ടാകില്ല എന്നറിയുന്നത്. അപ്പോൾ മനസ്സിനെ ഈ വിഷയങ്ങളിലേക്ക്, ഇന്ദ്രിയങ്ങളെ പോകാതെ നിയന്ത്രിക്കാനുള്ള ആ മനസ്സിൻ്റെ നിലയാണ് ശമം. വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ പോകുന്നില്ല, നിയന്ത്രിച്ച് നിർത്തുന്നു. വേണ്ടതിലേക്ക് മാത്രം നമ്മൾ ഇന്ദ്രിയങ്ങളെ നയിച്ചുകൊണ്ട്, കുതിരകൾ വേണ്ട സ്ഥലത്തേക്ക് മാത്രം ഭഗവാൻ നയിക്കുന്നത് പോലെ മനസ്സിൻ്റെ ആ നിയന്ത്രണമാണ് എന്ത്? ശമം. ധമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ അതാത് സ്ഥാനത്ത് നിലനിർത്തുക. കാഴ്ചകൾ ഏത് കാണണോ അവിടെ നിർത്തിക്കൊള്ളണം, അല്ലാത്തവിടേക്ക് കൊണ്ടുപോകരുത്. ഇന്ദ്രിയങ്ങളെ എവിടെയൊക്കെ നിർത്തണമോ, കേൾക്കേണ്ടത് കേട്ടാൽ മതി, കേൾക്കാൻ പാടില്ലാത്ത കേൾക്കാൻ പോകണ്ട. അപ്പോൾ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. അപ്പോൾ മനസ്സുകൊണ്ടുള്ള നിയന്ത്രണവും ഇന്ദ്രിയങ്ങളെ അതാത് വിഷയങ്ങളിലേക്ക് കടത്തിവിടാതിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് മനസ്സുകൊണ്ട് നിയന്ത്രണമുണ്ട്. എന്ത് വിഷയങ്ങളിലേക്കും ഇന്ദ്രിയങ്ങളെ കടത്തിവിട്ടാൽ എനിക്ക് നിയന്ത്രണമുണ്ടെന്ന് ചിന്തിച്ച് ഏതെങ്കിലും ഒരു സാധകൻ, എത്ര ഉയർന്ന സാധകനായാലും ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് കടത്തിവിട്ട് കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും അവിടെ വീഴ്ച ഉണ്ടാവും. കാരണം ഇന്ദ്രിയങ്ങൾ അത്രത്തോളം ശക്തരാണ്. അവനെ എപ്പോൾ വേണിച്ചാലും വലിച്ചൊഴിച്ച് അവൻ്റെ മനസ്സിൻ്റെ വിവേകത്തെ നശിപ്പിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ജീവിക്കണം. അതുകൊണ്ട് ശമം ധമം, മനസ്സിൻ്റെ നിയന്ത്രണവും ഇന്ദ്രിയ നിഗ്രഹവും. ഇന്ദ്രിയ നിഗ്രഹം എങ്ങനെ? ഇന്ദ്രിയങ്ങളെ അതാത് ഗോളകങ്ങളിൽ നിർത്തുക. വേണ്ടതിലേക്ക് മാത്രമേ കൊണ്ടുപോകാവൂ, വേണ്ടാത്തതിലേക്ക് പരീക്ഷിക്കാൻ ഈ ശബ്ദം അല്ലെങ്കിൽ രസം അല്ലെങ്കിൽ ഘ്രാണം, കാഴ്ച, ദർശനം, ഇതെല്ലാം നമ്മൾ വളരെ നിയന്ത്രിച്ച് അതാത് വിഷയങ്ങളിലേക്ക്, വേണ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക്, ഈ സാധനയ്ക്ക് ഉതകുന്ന കാര്യങ്ങളിലേക്ക് മാത്രം കൊണ്ടുപോവുക. അതുകൊണ്ടല്ലേ പറയുന്നത് യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ. ഇതെല്ലാം പറയുന്നത് എന്തുകൊണ്ട്? അങ്ങനെയുള്ളതിലേക്ക് മാത്രമേ കൊണ്ടുപോകാവൂ ഒരു സാധകൻ. മാക്സിമം വിഷയങ്ങളിലേക്ക് നിയന്ത്രിച്ചുകൊണ്ട്, വിഷയങ്ങളിൽ പോകാതെ, വിഷയങ്ങളിൽ കൊണ്ടുപോകാതെ മനോനിയന്ത്രണത്തിലൂടെ, ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെ സാധകൻ മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വീഴ്ചയുണ്ടാവും. എത്ര വലിയ സാധകനായാലും, എത്ര വലിയ ജ്ഞാനി മുന്നോട്ട് പോയാലും അതിന് വീഴ്ച ഉണ്ടാകാം. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. അതുകൊണ്ട് പരീക്ഷിക്കാൻ നിൽക്കരുത് ഇന്ദ്രിയങ്ങളെ എന്നാണ് ഇവിടെ മറ്റൊരു ഉപദേശം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ശമം ധമം ഉപരതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഉപരതി പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലോട്ടുള്ള വിശകലനം. ഇങ്ങനെ ആത്മീയമായ കാര്യങ്ങളിലേക്ക്, ഉള്ളിലേക്ക്, സ്വരൂപത്തിലേക്കുള്ള ചിന്ത, അതിലേക്ക് തിരിയണം, ആത്മാവിലേക്ക് തിരിയണം. വിഷയങ്ങളിൽ നിന്ന് വിട്ട് ആത്മചിന്തയിലേക്ക്, ആത്മാവിലേക്ക് തിരിയണം നമ്മുടെ മനസ്സിനെ. ഇതുവരെ തിരിഞ്ഞു നിന്നത് വിഷയങ്ങളിലേക്കായിരുന്നു. നേരെ അതിനെ ഓപ്പോസിറ്റ് നമ്മളിലേക്ക് തിരിക്കണം, ആത്മചിന്തകരാകണം. അങ്ങനെ തിരിയുന്നതിനാണ് ഉപരതി എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ആ ഒരു പിന്മാറ്റം, വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ ആത്മാവിലേക്ക് പിന്തിരിപ്പിക്കണം. വിഷയങ്ങളിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടതിനെ? എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ട്, അതിനൊരു പിടുത്തം വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? ആത്മാവിലേക്ക് മനസ്സിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഭഗവത് ചിന്തകളിൽ ഭഗവാൻ അർപ്പണമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ മനസ്സിനെ അതിലേക്ക് തന്നെ പിടിച്ചു നിർത്തി ഭഗവത് പാദങ്ങളിൽ ആ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തണം. ഈശ്വര അനുഗ്രഹം തന്നെയാണ് അതിന് വേണ്ടത്, ഗുരുവിൻ്റെ അനുഗ്രഹം തന്നെയാണ് അതിന് വേണ്ടത്, ശാസ്ത്ര അനുഗ്രഹം തന്നെയാണ് അതിന് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സത്സംഗങ്ങളിൽ മുഴുകിയിരിക്കണം. ഉപരതി. തിദിക്ഷ. അതിനു മുന്നേ ശ്രദ്ധയെക്കുറിച്ച് പറയാം. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവതാരണ. മുമ്പ് നമ്മളൊരു ശ്ലോകത്തിൽ കണ്ടു, അസൂയപ്പെട്ടിരിക്കുന്നവൻ. അവനെങ്ങനെ ശാസ്ത്രത്തെ ഭഗവാൻ പറയുന്നത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ പണ്ട് പറഞ്ഞതാണ്, ഇതെല്ലാം പണ്ട് മനുഷ്യർ എന്തൊക്കെ കാട്ടിക്കൂട്ടിയതാണ്, ചെയ്തതാണെന്ന് പറയുമ്പോൾ ഇതിലേക്ക് ശ്രദ്ധയുണ്ടാവില്ല, ഇതിലെന്ത് പറയണമെന്നുള്ള ആ ബുദ്ധി ഉണ്ടാവില്ല, കേൾക്കാനുള്ള മനസ്സുണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് ഒരു സത്യബുദ്ധി ഉണ്ടാകണം. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവതാരണ. അങ്ങനെ ഒരു സത്യബുദ്ധി ഉണ്ടായാലേ നമ്മൾ അതിലേക്ക് മുന്നോട്ട് പോകുള്ളൂ, അതിലങ്ങനെ അത് ശ്രവിക്കാനും അതിലെ കാര്യങ്ങളെ മനസ്സിലാക്കാനും ശ്രമിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശ്രദ്ധയുള്ളവനെ ഇത് സാധ്യമാകുള്ളൂ. അതുകൊണ്ട് ആ ശ്രദ്ധ കൂടി വേണം ഒരു സാധകന് എന്നാണ് പറയുന്നത്. ആ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ശ്രദ്ധ വേണം. അപ്പോൾ ശമം ധമം ഉപരതി ശ്രദ്ധ, പിന്നെ തിദിക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം ശ്രദ്ധ ഇത് ഉച്ചത്. ശ്രദ്ധ എന്തുകൊണ്ടാണ് എങ്ങനെ പറയുന്നത്? സഹനം സർവദുഃഖാനാം, നമുക്ക് ആന്തരികമായ ദുഃഖങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ശരീരം അല്ലേ, ഈ 3 തരത്തിലുള്ള ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം അല്ലേ. ആധ്യാത്മികം പറഞ്ഞാൽ സ്വന്തം ശരീര മനോബുദ്ധികളിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ. ആദിഭൗതികം പറഞ്ഞാൽ പുറത്തുള്ള വസ്തുക്കളെ, പ്രാണികളിൽ നിന്ന്, ജന്തു ജീവജാലങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ അല്ലേ.
പ്രാണികളോ മൃഗങ്ങളോ മറ്റുള്ള വ്യക്തികളോ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ, അവർ മോശമായി പെരുമാറിയാലും അങ്ങനെയുള്ള പലതരത്തിലും ഒരു സാധകന് പല രീതിയിലും ഉണ്ടാവാം. വെല്ലുവിളികൾ ഉണ്ടാവാം അവൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ. പലരും ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പല ദുഃഖങ്ങളും പലരിൽ നിന്നും നേടുന്നു, പല കാര്യങ്ങളിൽ നിന്നും നേടുന്ന ദുഃഖങ്ങൾ, അതുപോലെ ആദിദൈവികം, ഇടിമിന്നലായാലും മഴയായാലും മറ്റുള്ളതെല്ലാം ഈശ്വരീയമായ ദൈവികമായ ഇതിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ, ഒരു മനുഷ്യന് അനുകൂലമല്ലാതെ വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടാവാം. അതിനോണ്ടാണ് നമ്മൾ 3 തരത്തിലുള്ള ശാന്തിയെ ശാന്തി എന്ന് പറയുന്നത്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികമായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്നെല്ലാം ശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയാണ്. മന്ത്രങ്ങൾ ചൊല്ലി ശാന്തി എന്ന് ചെല്ലുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം ഈ ദുഃഖങ്ങളെല്ലാം എങ്ങനെയായാലും അപ്രതീകാരപൂർവകം, പ്രതികാര ബുദ്ധിയില്ലാതെ, ഇപ്പോൾ ഒരു വ്യക്തി നമ്മളെ ദോഷമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ അതിന് പ്രതികാര ബുദ്ധി, സ്വാർത്ഥ ബുദ്ധിയോടുകൂടി അവൻ്റെ നാശത്തിനെ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനല്ല പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ സ്വാർത്ഥതയല്ല അതിന് അധിഷ്ഠാനമാകേണ്ടത്. ധർമ്മമാണെങ്കിൽ അത് നമ്മുടെ ധർമ്മത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തെ രക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടി ധർമ്മമാണ്, അല്ലേ? ഈ ശരീരവും ഞാനാണെന്ന് കരുതുമ്പോഴല്ലേ ഞാൻ സഹിക്കണം എന്നുള്ളത് വരുന്നുള്ളൂ. അങ്ങനെയല്ല. ധർമ്മമാണെങ്കിൽ ഇപ്പോൾ ഒരു ചെകിടത്തെ അടി കൊണ്ടു നമ്മൾ വെറുതെ മറുചെവി കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. അപ്പോൾ അതിന് അർത്ഥം ധർമ്മമാണ്. അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തിരിച്ച് അവർക്കും കൊടുക്കാം. അതോ അവരുടെ അധർമ്മത്തിന് അത് കൊടുക്കേണ്ടതാണ്. അത് എൻ്റെ ധർമ്മമാണെങ്കിൽ അത് ഞാൻ കൊടുക്കാം. പക്ഷെ അതിൻ്റെ പിന്നിലെ സ്വാർത്ഥ ബുദ്ധി ആകരുത്, അല്ലെങ്കിൽ എൻ്റെ ഈഗോ ആകരുത്, അല്ലെങ്കിൽ എൻ്റെ രാഗദ്വേഷങ്ങളാകരുത് അതിനെ പ്രതികരിക്കുന്നത്. മറിച്ച് അത് ആ ധർമ്മത്തിനനുസരിച്ചാണ്, ഈശ്വര ഇച്ഛയായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലും ഈശ്വര ഇച്ഛയാണ്. അപ്പോൾ കൊടുക്കാൻ വേണ്ട, എൻ്റെ അത് ചെയ്യാൻ എനിക്ക് കിട്ടേണ്ടതാണ് അടി എങ്കിൽ അത് വാങ്ങിച്ചുകൊള്ളുക, അത് ധർമ്മമായി. അല്ല, കിട്ടാൻ പാടില്ലാത്തതാണ്, തിരിച്ചു കൊടുക്കേണ്ടതാണ്, തിരിച്ചു കൊടുത്തേക്കുക. അത്രയാണ്, സിമ്പിളായി പറഞ്ഞു. അപ്പോൾ തിദിക്ഷ, എന്നിട്ടോ അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം, അതിനെ വിലപിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഏത് ദുഃഖത്തെക്കുറിച്ചായാലും നമുക്ക് അയ്യോ എനിക്കിങ്ങനെ വന്നില്ലേ, അയ്യോ ഞാനിങ്ങനെ ആയില്ലേ, എനിക്ക് മാത്രം ഇങ്ങനെ ആയില്ലേ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ കിട്ടിയല്ലോ, എന്നെക്കുറിച്ച് ഇവരിങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എന്ത് തന്നെയായാലും അങ്ങനെയുള്ള ചിന്തകളില്ലാതെ ചിന്താവിലാപരഹിതം വളരെ കഷ്ടം തന്നെയാണ്. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ഈഗോ കൊണ്ടാണ്, സ്വാർത്ഥ ബുദ്ധി കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എന്നുള്ളത് നിലനിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാ ഈശ്വരാർപ്പണമായി കണ്ടു തന്നെ ഈ ഒരു ഈശ്വര തത്വത്തിൽ നിഷ്ഠനായനവന് ഇതിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ചിന്താവിലാപരഹിതനായി തിദിക്ഷ. പിന്നെ വരുന്നത് സമാധാനം, സമമായി. ഇതിപ്പോൾ നമ്മുടെ എല്ലാം ഈശ്വരനാണ് എന്നറിഞ്ഞുകൊണ്ട് ഈശ്വരതത്വം തന്നെ, ആത്മസ്വരൂപം തന്നെയാണ് ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നതെന്നുള്ള ആ സമാധാനത്തിൽ, എല്ലാത്തിനും ആ നിഷ്ഠയിലാണ് എല്ലാം നമുക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടുന്നത്. ആ സമാധാനത്തിൽ നിന്നുകൊണ്ട് ഈ ഷഡ്ക സമ്പത്തികൾ ഇതിൻ്റെ പുരോഗതിക്കായി ശ്രമിക്കണം. അതുപോലെ മുമുക്ഷത്വം. അപ്പോൾ ഇതിനൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഇതൊക്കെ എനിക്ക് ആവശ്യം എന്താ? മോക്ഷ ഇച്ഛ. ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം, അല്ലെങ്കിൽ പുണ്യപാപങ്ങളിൽ നിന്നെല്ലാം, ഈ സംസാരം ജനിമൃതികാകുന്ന സംസാരത്തിൽ നിന്നല്ല, ഇതെല്ലാം ദുഃഖമാണ്. എനിക്ക് ഈശ്വരൻ എൻ്റെ സ്വരൂപത്തെ എനിക്ക് തിരിച്ചറിഞ്ഞ് എൻ്റെ ഇതിൽ നിന്നെല്ലാം എനിക്ക് മുക്തി നേടണം എന്നുള്ള മോക്ഷ ഇച്ഛ. ഇതാണ് ഒരു മുക്തന് അങ്ങനത്തെ ഒരു ലക്ഷ്യം വെച്ചല്ലേ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഇതാണ് ലക്ഷ്യം, മോക്ഷം. ആ ഇച്ഛ എത്രത്തോളം കഠിനമായിട്ടുണ്ടോ, നമുക്ക് എത്രത്തോളം അതിനോട് മോക്ഷ ഇച്ഛയോടുണ്ടോ അത്രത്തോളം വിഷയ ഇച്ഛ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ദുഷ്കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി സത്കാര്യങ്ങളിലേക്ക്, സത്സംഗത്തേക്ക് നമ്മൾ മുന്നോട്ട് നീങ്ങും. അപ്പോൾ നമ്മുടെ മോക്ഷ ഇച്ഛയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വിവേകം, വൈരാഗ്യം, ശമാധി, ഷഡ്കസമ്പത്തി, മുമുക്ഷത്വം, മോക്ഷ ഇച്ഛ, മുമുക്ഷത്വം, മുമുക്ഷു ആവുക, മോക്ഷയെ ഇച്ഛിക്കുക. അങ്ങനെ ഈ 4 സമ്പത്തികളാണ് ഒരു സാധകന് വേണ്ടത്. ഇതിൻ്റെ പുരോഗതി നമ്മുടെ ആത്മീയമായി ശരിയായി ആത്മീയതയിൽ ഇത് മുന്നോട്ട് പോകുന്തോറും ഇത് ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ എന്നുള്ള വിലയിരുത്തേണ്ടതും ഒരു സാധകനാണ്. ഇതെന്നുള്ള നാശമാണോ ഉണ്ടാകുന്നത്, കുറവാണോ ഉണ്ടാകുന്നത്, ഉയർച്ചയാണോ ഉണ്ടാകുന്നത് എന്നനുസരിച്ചിരിക്കും നമ്മുടെ പാത, ആത്മീയമായ പാത ശരിയായ വഴിക്കാണോ, അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ശരിയായ വഴിക്കാണോ എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പാപത്തെ, കാമത്തെ, ഇന്ദ്രിയങ്ങളെ ഒതുക്കിക്കൊണ്ട് ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന പാപിയായ ഈ കാമത്തെ കൊന്നാലും, ഈ കാമം എന്നുള്ളത് മനോബുദ്ധി ഇന്ദ്രിയങ്ങളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഒതുക്കി നിയന്ത്രിച്ചുകൊണ്ട്, ആദ്യം ചെയ്യേണ്ടത് ഇന്ദ്രിയങ്ങളെ ഒതുക്കിക്കൊണ്ട് ഈ പാപിയായ കാമത്തെ നമ്മൾ നശിപ്പിച്ചാലും കൊന്നാലും അർജുന എന്നാണ് ഉപദേശിച്ചിരിക്കുന്നത്.
അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ചെറിയ വീഡിയോയിൽ നോക്കാം. നമസ്കാരം.